ബ്രിട്ടന്റെ തകർച്ച കണ്ട് യൂറോപ്പും ലോകവും അമ്പരക്കുമ്പോൾ ചില ചോദ്യങ്ങൾ. എന്തുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യ പ്രതാപമുണ്ടായിരുന്ന ബ്രിട്ടൻ സത്യദൈവത്തെ വിട്ട് ഏതോ അടിമത്തത്തിലേക്ക് പോകുന്നതായി ലോകം കാണുന്നത്? ബ്രാൻഡ് പരസ്യക്കാർ ചെയ്യുന്നത് പോലെ തങ്ങളുടെ സ്ഥാപനം അഥവാ മതം വളരുന്നു എന്ന് നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ പൊങ്ങച്ചമടിക്കുന്ന ഒരു കൂട്ടരുടെ ആധിപത്യത്തിന് മുന്നിൽ നിസ്സഹായരായി ബ്രിട്ടീഷ് ജനത നിന്നുകൊടുക്കുന്നു. അച്ചടക്കത്തിനും ദേശസ്നേഹത്തിനും മാതൃകയായിരുന്നവർ ഗോത്രമത നിയമങ്ങളുടെ ആശ്ലേഷത്തിന് സ്വന്തം വക്ഷസ് വിട്ടുകൊടുക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ട്? ഇപ്പോൾ ബ്രിട്ടനും യൂറോപ്പും ലോകവും ഓർക്കേണ്ട രണ്ട് തിരുവചന പാഠങ്ങളുണ്ട്. കർത്തൃകോപം സാവധാനമേ വരൂ, അവിടുത്തെ കോപം നീണ്ടു നിൽക്കുകയുമില്ല. ഇതാണ് സാവധാനം വരുന്ന കർത്തൃകോപം. സത്യദൈവത്തെ ധിക്കരിച്ചപ്പോഴൊക്കെ ഇസ്രായേൽ ജനത്തിന് നേരിടേണ്ടി വന്ന അടിമത്തം പോലെ ഇത് ബ്രിട്ടനും അടിമത്തത്തിലേക്കുള്ള ഗതിയാണ്. വിശ്വാസം മറന്ന് തിന്മകളുടെ ആസ്വാദനത്തിൽ മുഴുകിയതാണ് ബ്രിട്ടന്റെ അധപതനത്തിന് ഏറ്റവും ഒടുവിലത്തെ കാരണം എന്ന് പറയുന്നത് ശരി തന്നെ. ദേവാലയങ്ങളും ആരാധനയും മാത്രമല്ല, രക്ഷകനെയും വേണ്ടെന്ന് വെച്ചതിൻ്റെ പരിണത ഫലം അത് സംഭവിച്ചേ മതിയാകൂ. പക്ഷേ ഈ പതനത്തിലെത്തുന്ന വിധം ബ്രിട്ടന്റെ നാശഗതി തുടങ്ങിയത് ഇപ്പോഴല്ല എന്ന് ഇപ്പോഴെങ്കിലും ബ്രിട്ടീഷ് ജനത തിരിച്ചറിയണം. മതസ്വാതന്ത്ര്യമെന്നും ഇംഗ്ലീഷ് നവോത്ഥാനമെന്നും പിൽക്കാലത്ത് പൊള്ളയായി പുകഴ്ത്തപ്പെട്ട ധിക്കാരത്തിന്റെ ഫലം. ഭാര്യയെ ഉപേക്ഷിച്ച് ആനി ബോളിൻ എന്ന കാമിനിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ഹെൻറി 8-ാമൻ രാജാവ് ദൈവിക നിയമവും സഭാ നിയമവും ധിക്കരിച്ചു. കത്തോലിക്ക സഭയെയും മാർപ്പാപ്പയെയും വെല്ലുവിളിച്ച് സ്വയം ഇംഗ്ലണ്ടിലെ സഭയുടെ തലവനായി. മാർട്ടിൻ ലൂതറുടെ വെല്ലുവിളിയും ധിക്കാരവും ഹെൻറി 8-ാമന് ധൈര്യം നൽകിയോ എന്നറിയില്ല. മരിച്ചുപോയ മകനു പകരം അനന്തരാവകാശിയായി മറ്റൊരു മകനെ പ്രസവിക്കാത്തതിന്റെ പേരിലാണ് ആദ്യ പത്നി സ്പെയിനിലെ ആരഗണിൽ നിന്നുള്ള കാതറിനെ ഉപേക്ഷിക്കാൻ ഹെൻറി 8-ാമൻ തീരുമാനിച്ചത്. പക്ഷേ കത്തോലിക്ക സഭ വിവാഹമോചനം അനുവദിക്കാത്ത നിലയ്ക്ക് കാതറിനുമായുള്ള വിവാഹം അസാധുവായിരുന്നു എന്ന് പ്രഖ്യാപിച്ച് വിടുതൽ നൽകാനാണ് ഹെൻറി ആവശ്യപ്പെട്ടത്. ക്ലെമന്റ് 7-ാമൻ മാർപ്പാപ്പ അത് അനുവദിച്ചില്ല. ഹെൻറി 8-ാമൻ തന്നെ ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരിയായി പ്രഖ്യാപിച്ച് നിയമം പാസാക്കി. കാതറിനുമായുള്ള വിവാഹം അസാധുവാക്കി. ആനി ബോളിനുമായുള്ള വിവാഹം രാജാവിന് വഴങ്ങിയ സഭാ നേതൃത്വം അംഗീകരിച്ചു. അങ്ങനെ നിലവിലുള്ള ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കുവാൻ ഹെൻറി 8-ാമൻ അധികാരം പ്രയോഗിച്ചു ചെയ്ത ഈ പ്രവൃത്തികളാണ് ഇംഗ്ലണ്ടിലെ നവോത്ഥാനം. അതിന്റെ ഭാഗമായി കത്തോലിക്ക സഭയെ വിലക്കി. ഇംഗ്ലണ്ടിനെ ഔദ്യോഗികമായി കത്തോലിക്ക സഭയിൽ നിന്ന് വേർപ്പെടുത്തി. കത്തോലിക്ക സ്ഥാപനങ്ങൾ പിരിച്ചുവിടുകയും സ്വത്ത് പിടിച്ചെടുക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ കത്തോലിക്ക സഭയെ തളർത്തി. ശിക്ഷിക്കാൻ ആളില്ലെങ്കിലും ഇത് ദൈവത്തോടുള്ള വെല്ലുവിളിയാണെന്ന് രാജാവിനെ ഭയന്നോ അല്ലാതെയോ പിന്തുണച്ചവർ കരുതിയില്ല. ഹെൻറിക്ക് ശേഷം മകൾ 1-ാം മേരി രാജ്ഞി കത്തോലിക്ക മേൽക്കോയ്മ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴും പിന്നീടും ബ്രിട്ടനിൽ സംഭവിച്ചത് കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് സഭാസ്പർദ്ധയുടെ ദുരന്തങ്ങളാണ്. അതിനിടവരുത്തിയ ഹെൻറിയുടെ തിന്മയുടെ പ്രതിഫലം ബ്രിട്ടനെ വിട്ടുപോയില്ല. അത് ബ്രിട്ടന്റെ തലമുറകളെ വിശ്വാസ നിഷേധത്തിലേക്കും രക്ഷകനെ തള്ളി പറയുന്നതിലേക്കും നിരീശ്വര മതത്തിലേക്കും തള്ളിവിട്ടപ്പോൾ, അവർ സത്യദൈവത്തെ കൈവിട്ടപ്പോൾ ഗോത്രമത നിയമങ്ങളുടെ അടിമത്തം അവർക്ക് സ്വീകാര്യമായി തോന്നുകയാണ്. അവിശ്വാസവും അധാർമികതയും ബ്രിട്ടന്റെ പുതിയ തലമുറകളെ കീഴടക്കി. ഇപ്പോൾ പുതിയൊരു അടിമത്തത്തിലേക്ക് സ്വയം കാല് കുത്തുന്നതിനേക്കാൾ വലിയ ദുരന്തം ആ നാടിന് സംഭവിക്കാനില്ല.
മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ നേരിടുന്നത് അഭയാർത്ഥികളെ സ്വീകരിച്ചതിന്റെ തിരിച്ചടിയാണെങ്കിൽ ബ്രിട്ടൻ അനുഭവിക്കുന്നത് സ്വയംകൃതമായ അനർത്ഥം. രാജസിംഹാസനത്തിന്റെ ധിക്കാരത്തിന് ശേഷം ബ്രിട്ടൻ പന പോലെ വളർന്നു. അപ്പോഴൊന്നും ബ്രിട്ടൻ ഓർത്തില്ല. കുലച്ചുമറിയുന്നതോടെ അന്ത്യം കാണുന്ന പനയുടെ ദുരവസ്ഥ. ആ അവസ്ഥ വരാതിരിക്കുവാൻ ചെയ്തുപോയ ധിക്കാരം തിരുത്തുകയോ നീണ്ടു നിൽക്കാത്ത ദൈവകോപം നീക്കിയെടുക്കുവാൻ സ്വയം എളിമപ്പെടുത്തുകയോ ചെയ്തില്ല. ഒടുവിൽ കുലച്ച് അന്ത്യത്തിലെത്തുകയാണ് മഹത്തായ ബ്രിട്ടീഷ് ചരിത്രം. മനുഷ്യരെ കൊണ്ട് പൊങ്ങച്ച മടിപ്പിക്കേണ്ടി വരുന്ന ഏതോ ദൈവസങ്കല്പത്തിന്റെ കിരാത നിയമങ്ങൾക്ക് മുമ്പിൽ ഷോക്കടിയേറ്റവരെ പോലെ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്ന ബ്രിട്ടന്റെ അവസ്ഥ പാഠമാണ് എല്ലാ രാജ്യങ്ങൾക്കും, എല്ലാ വിശ്വാസ സമൂഹങ്ങൾക്കും. ഹമാസ് ഇനി ദയ പ്രതീക്ഷിക്കേണ്ട. ഇസ്രായേലിനെ ഭയപ്പെടുത്തി എന്തെങ്കിലും നേടാമെന്ന വ്യാമോഹവും വേണ്ട. ബന്ദികളെ വെച്ച് ലോകാവസാനത്തോളം തങ്ങളെ വട്ടം ചുറ്റിക്കാൻ അനുവദിക്കില്ലെന്ന് നിശ്ചയിച്ചുറച്ച മട്ടിലാണ് ഇസ്രായേൽ. ഗാസയിൽ അന്തിമ പരിഹാരം നടപ്പാക്കിയേ അവസാനിപ്പിക്കൂ എന്നും. എന്താണ് അന്തിമ പരിഹാരം? ഹമാസിനെ അന്തിമമായി തീർക്കുകയോ പുറന്തള്ളുകയോ ചെയ്യുക. അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഇസ്രയേലിനോ ലോകത്തിനോ സമാധാനമുണ്ടാകില്ല എന്ന് തന്നെ ബാഹ്യ ലോകവും കരുതുന്നു. ഇതുവരെയുള്ള നീക്കങ്ങളിൽ ഹമാസിന്റെയും ഗാസക്കാരുടെയും കണക്കുകൂട്ടലുകൾ ഒരുപോലെയാണ് ഇസ്രയേൽ തെറ്റിദ്ധരിച്ചത്. ഇത്രമാത്രം വ്യാപ്തിയിൽ ഇസ്രയേൽ തിരിച്ചടിക്കുമെന്ന് ഹമാസ് പ്രതീക്ഷിച്ചില്ല. ഇത്രയേറെ നേതാക്കളെ നഷ്ടപ്പെടുമെന്നും തുരങ്കമാളങ്ങളിൽ നിന്ന് പോലും പുറത്താകേണ്ടി വരുമെന്നും അവർ കരുതിയില്ല. ഗാസക്കാരുടെ കുപ്പായത്തിൽ സംരക്ഷണം നേടാമെന്ന് അവർ വ്യാമോഹിച്ചു. അവർ മാത്രമല്ല, തങ്ങളും രക്ഷപ്പെടില്ലെന്ന പാഠം ഗാസക്കാരും കൊണ്ടറിഞ്ഞു പഠിച്ചു. അൽ ജസീറയുടെ കള്ളവും UN-ലെ പിന്തുണയും കൊണ്ട് പ്രചാരണ യുദ്ധത്തിൽ ഇസ്രയേലിനെ തകർക്കാമെന്നും വംശഹത്യ ആരോപിച്ച് കുറ്റവാളികളാക്കി ലോകത്തെ കൊണ്ട് ഇസ്രയേലിന് ശിക്ഷ വിധിപ്പിക്കാമെന്നൊക്കെ ഹമാസ് കണ്ട സ്വപ്നം വെറുതെയായി. അവരുടെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു. അമേരിക്കയിലും യൂറോപ്പിലും വിദ്യാർത്ഥികൾക്കിടയിൽ നുഴഞ്ഞു കയറിയും അവരെ തെറ്റിദ്ധരിപ്പിച്ചും ഇസ്രായേലിനെ കൊടും കുറ്റവാളിയും തങ്ങളെ പാവം ഇരകളുമെന്ന് ചിത്രീകരിച്ച് എന്തൊക്കെയോ നേടാമെന്ന ഹമാസിന്റെയും ആഗോള ഇസ്ലാമികവാദികളുടെയും കുതന്ത്രവും പൊളിഞ്ഞുപോയി. ഹമാസിനെ തള്ളിപ്പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ പറയാൻ നിർബന്ധിതമാകുന്ന ഒരു നിമിഷമെങ്കിലും വരുമെന്ന് ഗാസക്കാരും സങ്കല്പിച്ചില്ല. ഇത് ചരിത്ര വൈപരീത്യം തന്നെ. യഹൂദർക്കെതിരെ ഇതുപോലൊരു അന്തിമ പരിഹാരത്തിന്, ഫൈനൽ സൊല്യൂഷന് ഹിറ്റ്ലറെ പിന്തുണച്ച ആളാണ് ഹമാസിന്റെ മുത്തച്ഛൻ എന്ന് പറയാവുന്ന മുഹമ്മദ് അമീൻ അൽ ഹുസൈനി. ഹിറ്റ്ലറുടെ കാലത്ത് ജെറുസലേമിന്റെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന ആൾ. പാലസ്തീനായിൽ ബ്രിട്ടീഷ് കൽപ്പിതാധികാര മേഖലയിൽ യഹൂദരെ കണ്ടുകൂടാതിരുന്ന മത നേതാവ്. യൂദർ അവിടേക്ക് കുടിയേറുന്നതിനെ എങ്ങനെയും തടയാനും ഇസ്രയേൽ രാഷ്ട്ര നീക്കത്തെ ചെറുക്കുവാനും ബ്രിട്ടനെതിരെ കലാപം വരെ നയിച്ചു. യൂറോപ്പിലെ യഹൂദ സാന്നിധ്യം തീർക്കുവാനുള്ള അന്തിമ പരിഹാരം ഹിറ്റ്ലർ പരിഗണിക്കുമ്പോൾ അവരെ പാലസ്തീനായിൽ കയറ്റില്ലെന്നും അവിടേക്ക് വരാൻ അനുവദിച്ചുകൂടെന്നും ഹിറ്റ്ലറെ ധരിപ്പിച്ച് അൽ ഹുസൈനിയുടെ നിലപാട് ഹിറ്റ്ലറുടെ തീരുമാനം അരക്കിട്ടുറപ്പിച്ചു. ഹോളോകോസ്റ്റ് എന്ന യഹൂദ കൂട്ടക്കൊല ആ അന്തിമ പരിഹാരത്തിന്റെ മറുവശമാണ് ഗാസയിൽ ഇപ്പോൾ കാണുന്നത്. ഗാസ മാത്രമാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് കരുതാനാകുമോ? ഇറാന്റെ ആണവശക്തി തകർക്കാൻ അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ തൽപരരാണ്. ഇസ്രായേൽ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന വാർത്ത ഇസ്രായേൽ ഇന്റലിജൻസ് പ്ലാന്റ് ചെയ്തതാണോ മാധ്യമങ്ങൾ ഊഹിച്ചതാണോ എന്ന് വ്യക്തമല്ല. സ്വന്തം കയ്യും ആയുധപുരയും തുറന്നു കാട്ടുവാനും
ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുവാനും തക്കവിധം ഇറാനെ പ്രകോപിപ്പിക്കാനുള്ള തന്ത്രം അതിലുണ്ടോ എന്നറിയില്ല. എങ്കിലും കരുതാൻ ന്യായമുണ്ട്. അടി ഇറാൻ ചോദിച്ചു വാങ്ങുന്ന അവസ്ഥ സൃഷ്ടിച്ചെടുക്കാനുള്ള കൗശലമെന്ന് കരുതുവാൻ. ഇറാന്റെ ആണവായുധപ്പുര തകർക്കുവാൻ ഇസ്രായേലിന് അമേരിക്കൻ പിന്തുണ വേണം പല വിധത്തിൽ. ട്രംപിന്റെ നാളുകളിൽ അതുണ്ടാകുമെന്ന് ഉറപ്പായി. ഏത് തരത്തിലായാലും ഗാസയുടെ ശുദ്ധീകരണം നടപ്പാകുമെന്ന ധാരണ പൊതുവെ പരന്നിരിക്കുന്നു. ലോകം അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.